إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ആല ഇംറാനിലെ 164-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള മുസ്ലിമീങ്ങൾക്ക് ഈ ഭൂലോകത്ത് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെക്കുറിച്ച് എടുത്തു പറയുന്നു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അല്ലാഹുവിലും അവന്റെ റസൂലിലും പരലോകത്തിലും സ്വർഗനരകങ്ങളിലും വിശ്വാസമുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതാകുന്നു സത്യദീൻ, സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു മാർഗമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്കുമേൽ, ഈമാനുള്ളവർക്കുമേൽ അല്ലാഹു അവന്റെ അനുഗ്രഹം കടാക്ഷിച്ചിരിക്കുന്നു. എന്താണ് അനുഗ്രഹം? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ, അല്ലാഹുവിന്റെ ദൂതനെ അവരിലേക്ക് നിയോഗിച്ചു എന്നതാകുന്നു അനുഗ്രഹം. എന്താണ് ആ റസൂൽ ചെയ്തത്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ അതവരെ പ്രബോധിത സമൂഹത്തെ ഓതിക്കേൾപ്പിക്കുന്ന റസൂൽ. വയുസക്കീഹിം, ബഹുദൈവാരാധനയിൽ നിന്നും കുഫ്റിൽ നിന്നും ശിർക്കിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും ദുർവിശ്വാസങ്ങളിൽ നിന്നും അവരെ സംസ്കരിച്ചെടുത്ത റസൂൽ. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ കിതാബായ പരിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ അവിടുത്തെ ചര്യയും വിജ്ഞാനമായി അവരെ പഠിപ്പിച്ച റസൂൽ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് ആ സമൂഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പ് ആ സമൂഹം വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊരു യഥാർത്ഥ മുസ്ലിമാണെന്ന് അഭിമാനിക്കുകയാണെങ്കിൽ, ശരിയായ മുഅ്മിനാണ് എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഒരംഗമാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നതിനേക്കാൾ ഞാനും നമ്മളാരും അതിനേക്കാൾ വലിയ അനുഗ്രഹമോ നിഅ്മത്തോ സുഖമോ സൗഭാഗ്യമോ ഈ നശിക്കുന്ന ദുനിയാവിൽ വലിയതായി കാണുകയില്ല എന്നതാണ് ഈ ആയത്തിന്റെ താല്പര്യം. നമുക്കങ്ങനെ തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാൻ നാം പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിന്റെ വെളിച്ചത്തിലുള്ള യാഥാർത്ഥ്യം. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവെ പറഞ്ഞു,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് നിയോഗിച്ചു. നാം അവിടുത്തെ അനുയായികളിൽ ഉൾപ്പെടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നത് എങ്ങനെയാണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഫതഹല്ലാഹു ബിഹിൽ ഖുലൂബ്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം വഴി ബഹുദൈവാരാധനയുടെയും അന്ധവിശ്വാസങ്ങളുടെയും ബന്ധനങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകി, തുറവി നൽകി. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതാ ഈ മിമ്പറിൽ നിന്ന് അള്ളാഹുവിന്റെ കലാമോദി, അവിടുത്തെ റസൂലിന്റെ ഹദീസുകളോതി നിങ്ങളെ ആഴ്ചതോറും നമ്മുടെ ഭാഷയിൽ ഉത്ഭുതരാക്കുന്നത് എന്താണ്? നമ്മെ ഇതിനെ പ്രേരിപ്പിച്ച ഘടകം എന്തുകൊണ്ട് നാം മസ്ജിദിൽ ഒരുമിച്ച് കൂടുന്നു? എന്തുകൊണ്ട് നാം അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്നു? 5 നേരവും അവനിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ മസ്ജിദുകളിലെത്തി അവന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നു? എന്തുകൊണ്ട് നന്മയും തിന്മയും ഹക്കും ബാത്തിലും ഹറാമും ഹലാലും വ്യവച്ഛേദിച്ച് ഒരു ധാർമ്മിക ജീവിതം നയിക്കാൻ നമുക്ക് ഉൾപ്രേരണയുണ്ടാകുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം സാധിച്ചില്ലായിരുന്നുവെങ്കിൽ, അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ മസ്ജിദിൽ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയില്ല. ഈ മിമ്പറിൽ നിന്ന് നിങ്ങളിങ്ങനെ ഉത്ബോധനങ്ങൾ കേൾക്കുകയില്ല. അല്ലാ എന്ന് നമ്മുടെ നാവ് കൊണ്ട് ശബ്ദിക്കാൻ പോലും നമുക്ക് കഴിഞ്ഞുവെന്ന് വന്നേക്കില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിയോഗം വഴി വഹദാ ബിഹി മിനൽ ദലാല, അല്ലാഹു നമ്മെ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് നയിച്ചു. വഅൻഖദ ബിഹി മിനൽ ഗവായ, അധാർമികതകളുടെയും തോന്നിവാസങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൈപിടിച്ചുയർത്തി സ്വാതന്ത്ര്യം നമുക്ക് നൽകി. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? രാജാതിർത്തികൾ അധിനിവേശങ്ങളിൽ നിന്നും കോളനിവൽക്കരണങ്ങളിൽ നിന്നും മോചിപ്പിച്ചെടുത്താൽ അതാണോ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ദിവസമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് രാജ്യവ്യാപകമായി. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും അതുപോലെ തന്നെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അരാജകത്വത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക്, മഹനീയമായ വിശ്വാസത്തിലേക്ക്, അള്ളാഹുവിലേക്ക്, സ്വർഗത്തിലേക്ക്, ആത്യന്തികമായ സൗഭാഗ്യത്തിലേക്ക്, വിജയത്തിലേക്ക്, പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക്, ലോകരുടെ റബ്ബ് നമുക്ക് നിശ്ചയിച്ച സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നതാണ്. സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, ഏതെങ്കിലും നമ്മെപ്പോലെയുള്ള മനുഷ്യന്മാർ പടച്ചുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന്, അവരുടെ ചിന്തയിൽ ഉദിച്ച, അവരുടെ കേടുവന്ന ബുദ്ധികളിൽ ഉദയം ചെയ്ത ഏതെങ്കിലും ആദർശധാരകളിലേക്ക് നമ്മെ, ആ ബാന്ധവങ്ങളിലേക്ക്, ആ അടിമത്തത്തിലേക്ക് നമ്മെ തളച്ചിടുന്നതിൽ നിന്ന് അള്ളാഹുവിലേക്ക്, ലോകയുടെ റബ്ബിലേക്ക്, അവന് മാത്രം ആരാധനകൾ വകവെച്ചു കൊടുക്കണം, അവരെ മാത്രം മറ്റാരെക്കാളും ഭയപ്പെടണം, അവരിൽ മാത്രം മറ്റെന്തിനേക്കാളും പ്രതീക്ഷ അർപ്പിക്കണം എന്ന മഹാസ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ കൈപ്പിടിച്ചുയർത്തിയ സ്വാതന്ത്ര്യത്തിന്റെ ചരിതം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. വഅൻഖദ ബിഹി മിനൽ ഗവായ വബസ്സറ ബിഹി മിനൽ അമ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇരുളടഞ്ഞ അന്ധകാര നിബിഡമായ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട കണ്ണുകൾക്ക് അവിടുന്ന് കാഴ്ച നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുളടഞ്ഞ കണ്ണുകൾക്ക് അവിടുത്തെ മാർഗത്തിലൂടെ ഉൾക്കാഴ്ച നൽകി. ലമ്മ അറദല്ലാഹു അൻ തകൂന കലിമതുൽ ഉൽയ വഅൻ തകൂന കലിമത്തല്ലദീന കഫറു സുഫ്ലാ. അതെ, അല്ലാഹുവിന്റെ കലിമത്ത്, അവന്റെ വാക്ക് ഉന്നതിയിലാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചപ്പോൾ, നിഷേധികളുടെ, അവിശ്വാസികളുടെ, ധിക്കാരികളുടെ വാക്ക് നിന്ദതയിൽ ആഴ്ത്തിക്കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചപ്പോൾ, ലമ്മ അറാദല്ലാഹു ജല്ല വഅല അൻ യുതിമ്മ ദീനഹു, അല്ലാഹു അവന്റെ ദീൻ, അതിന്റെ പ്രകാശം ഭൂലോകർക്കിടയിൽ പരിപൂർണമായി പ്രചരിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ചപ്പോൾ, വയുക്മിലു നിഅമത അലന്നാസി, അല്ലാഹുവിന്റെ അനുഗ്രഹം നാം നേരത്തെ കേട്ട സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞ ഏറ്റവും മഹനീയമായ, ഭൂലോകത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ആ അനുഗ്രഹം മാനവ സമൂഹത്തിന്, അറബികൾക്കെന്നല്ല, ഏതെങ്കിലും രാജ്യാതിർത്തികളിലുള്ള ഒരു പ്രത്യേക വർഗക്കാർക്ക് എന്നല്ല, ഏതെങ്കിലും ഒരു പ്രദേശവാസികൾക്കെന്നല്ല, മാലോകർക്ക് മുഴുവൻ, സകല മനുഷ്യർക്ക് മുഴുവൻ, ലോകാവസാനം വരെയുള്ള മാനവരാശിക്കൊന്നടങ്കം അള്ളാഹുവിന്റെ മഹത്തായ ഈ അനുഗ്രഹം
സന്മാർഗ പ്രകാശം അവൻ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ബഅസ നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബശീറൻ വനദീറ വസിറാജൻ മുനീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഖുർആനിലൂടെ പറഞ്ഞതുപോലെ, അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിന്മകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, ധിക്കാരത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് താക്കീതുകാരനായി നന്മകളിലേക്ക്, സന്മാർഗത്തിലേക്ക്, യഥാർത്ഥ വിശ്വാസ സ്വാതന്ത്ര്യത്തിലേക്ക്, കാലാകാലമുള്ള സൗഭാഗ്യത്തിലേക്ക്, ആത്യന്തികമായ വിജയത്തിലേക്ക്, സ്വർഗീയ സോപാനങ്ങളിലേക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനായി, സന്മാർഗത്തിന്റെ പ്രകാശിക്കുന്ന സൂര്യ തേജസ്സായി, പ്രകാശഗോപുരമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയുണ്ടായി. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുന്നത്, ആദരിച്ചിരിക്കുന്നത്. ഈ ആദരവിന്റെയും അനുഗ്രഹത്തിന്റെയും വലുപ്പം, അതിന്റെ മഹത്വം, അതിന്റെ ഔന്നത്യം, അതിന്റെ മൂല്യം, അതിന്റെ ഘനം ഇപ്പോഴും നമ്മൾ പലരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ സാമാന്യമായി ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം എന്നതിലൂടെ നമ്മെ ബോധിപ്പിക്കേണ്ടുന്ന ചില ബോധ്യങ്ങളുണ്ട്, നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന ചില നന്ദിയുടെ പാഠങ്ങളുണ്ട്, ചില കടമകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. ഭൂലോകത്ത് മാനുഷിക ബന്ധങ്ങൾ നിലനിൽക്കുന്നത് കടമകളിലൂടെയും അവകാശങ്ങൾ വകവെച്ച് നൽകുന്നതിലൂടെയും ബാധ്യതാ നിർവഹണത്തിലൂടെയുമാകുന്നു. മാതാപിതാക്കൾ മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ, മുതിർന്നവർക്ക് ചെറിയവരോട്, ചെറിയവർക്ക് മുതിർന്നവരോട്, നേതാക്കന്മാർക്ക് അനുയായികളോട്, അനുയായികൾക്ക് നേതാക്കളോട്, ഉടമകൾക്ക് അടിമകളോട്, അടിമകൾക്ക് ഉടമകളോട്, ഭരണാധികാരികൾക്ക് ഭരണീയരോട്, തിരിച്ചു ഭരണീയർക്ക് ഭരണാധികാരികളോട്, എല്ലാ ബന്ധങ്ങളും സാമൂഹികവും രാഷ്ട്രീയവുമായ ബന്ധങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഈ കടമകളുടെയും ബാധ്യതയുടെയും അമാനത്തിന്റെയും വിശ്വാസ്യതയുടെയും ബന്ധങ്ങൾക്ക് പുറത്താണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ ആരോടൊക്കെ ഏതൊക്കെ രൂപത്തിലുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും നമുക്കുണ്ടോ, എല്ലാ ബാധ്യതകളെക്കാളും, എല്ലാ കടമകളെക്കാളും, എല്ലാ ഉത്തരവാദിത്തങ്ങളെക്കാളും, സർവ്വ കടപ്പാടുകൾക്കും മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നാം ഓരോ മുസ്ലിമുകളുടെയും ബാധ്യതയും കടമയും മികച്ചു നിൽക്കുന്നു, മികച്ചു നിൽക്കണം. കാരണം അവിടുത്തെ കരങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയാണ്. സുബ്ഹാനല്ലാഹ്, അത് നിലനിൽക്കാതെ മരിക്കാത്ത സ്വർഗത്തിലും നമുക്ക് നിർബാധമൊഴുകുന്ന പ്രവാഹമായി അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ഭൂലോകത്താരോടുമുള്ള നമ്മുടെ കടമകളെക്കാൾ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമകളെക്കാൾ, നമ്മുടെ കുടുംബത്തോടുള്ള കടമകളെക്കാൾ, നമ്മുടെ മക്കളോടും നമ്മുടെ ഇണകളോടുമുള്ള കടമകളെക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹഖ്, അവിടുത്തോടുള്ള ബാധ്യത നിറവേറ്റാൻ മുസ്ലിമാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ, അതിൽ നാം അഭിമാനിക്കുന്നുവെങ്കിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ല, നമ്മുടെ ഇസ്ലാം അരക്കെട്ടുറപ്പിക്കുന്ന, നമ്മുടെ ഈമാൻ ഫലവത്താക്കുന്ന, നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമാണ്, അടിത്തറയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമതായി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒന്നാമത്തെ നമ്മുടെ ബാധ്യത അൽ ഈമാനു ബിഹി വശഹാദതു ബിരിസാലതി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അടിയുറച്ച് വിശ്വസിക്കുക, സംശയലേശമന്യേ, സംശയത്തിന്റെ ഒരു ലാഞ്ചന പോലും ഏൽക്കാതെ അല്ലാഹു അവിടുന്ന് നിയോഗിച്ചയച്ച റസൂലാണ്, നബിയാണ് അദ്ദേഹമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയത്തിന്റെ ലാഞ്ചന പോലും ഏൽക്കാതെ ദൃഢമായി നമ്മൾ വിശ്വസിക്കുക. അവിടുത്തെ ദൗത്യത്തിൽ സമ്പൂർണമായി നമ്മൾ കറകളഞ്ഞ് ദൃഢവിശ്വാസം നേടുക. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈമാൻ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിലൊന്നാമത്തെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവിടുന്ന് അല്ലാഹുവിന്റെ ദൂതനാണ്, റസൂലാണ്, നബിയാണ്. അവിടുന്ന് കാഴ്ചവെച്ചതെല്ലാം അല്ലാഹുവിന്റെ സന്ദേശമാണ്, അവിടുത്തെ വഹിയാണ്. അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളാണ്, കൽപ്പനകളാണ്, വിലക്കുകളാണ്. അവിടുന്ന് നമ്മുടെ കരങ്ങളെ ഏൽപ്പിച്ചുപോയ ഈ പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാം അത് സമ്പൂർണമാണ്, സാർവകാലികമാണ്, സാർവജനീനമാണ്, സർവത്ര പ്രസക്തമാണ്. ഉറച്ചു വിശ്വസിക്കണം. അതോടൊപ്പം അവിടുന്നാകുന്നു അവസാനത്തെ നബി, അമ്പിയാക്കളിൽ മുർസലീങ്ങളിൽ അവസാനിയാണ് അദ്ദേഹം.
അവിടുത്തേക്ക് ശേഷം ഒരു നബി ഇനി വരാനില്ല. ഒരാളും പ്രവാചക ദൗത്യമേറ്റെടുത്ത് ഇനി രംഗപ്രവേശം ചെയ്യാനില്ല. അവിടുത്തെ സന്ദേശം, അവിടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസായ ഖുർആൻ, അതാകുന്നു അവസാനത്തെ വേദഗ്രന്ഥം, അവസാനത്തെ കിതാബ്. അതുകൊണ്ട് അവിടുത്തെ അധ്യാപനങ്ങൾ, അവിടുത്തേക്ക് ലഭിച്ച ഖുർആനിന്റെ സന്ദേശങ്ങൾ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും ജീവിതത്തിന്റെ മാർഗരേഖയായി, സന്മാർഗദർശനമായി ഉൾക്കൊള്ളൽ നിർബന്ധമാണ്. സർവ്വ മനുഷ്യർക്കും, അല്ല മനുഷ്യർക്കു മാത്രമല്ല, മനുഷ്യരെ പോലെ അല്ലാഹു സൃഷ്ടിച്ച സമാന്തര സൃഷ്ടിവർഗമായ ജിന്നുകൾക്കും അത് ബാധകമാണ്. മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ഒരുപോലെ നിയുക്തനായ ഖിയാമത്ത് നാൾ വരെയുള്ള സകല മനുഷ്യർക്കും സകല ജിന്നുകൾക്കും പിൻപറ്റൽ നിർബന്ധമായി അല്ലാഹു ബാധ്യത ഏൽപ്പിക്കപ്പെട്ട അവസാനത്തെ റസൂലാണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. ഈ വിശ്വാസത്തിൽ ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഒരു സംശയം പോലും, സംശയത്തിന്റെ ഒരു പുഴുക്കുത്ത് പോലും നമുക്ക് കേൾക്കാൻ പാടില്ല. എങ്കിൽ നമ്മുടെ ഈമാൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു നബിയില്ല. അന ഖാതമുൻ നബിയ്യീൻ, അംബിയാക്കളിൽ നബിമാരിൽ അവസാനിയാകുന്നു ഞാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എത്ര നന്മയുള്ള ആളുകളാകട്ടെ, എത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാകട്ടെ, എത്ര സാമുദായിക സാമൂഹിക നേതാക്കന്മാരായി ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ചവരാകട്ടെ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തവരാണെങ്കിൽ, അവിടുത്തെ ദൗത്യത്തിൽ വിശ്വസിക്കാത്തവരാണെങ്കിൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യ വചനങ്ങൾ മനം തൊട്ട് പ്രഖ്യാപിക്കാത്തവരാണെങ്കിൽ, അവർ ആത്യന്തികമായി നശിക്കാത്ത മരണമില്ലാത്ത ലോകത്ത് നരകത്തിന്റെ പടുകുടിയിൽ വിറകായി എരിയേണ്ടവരാകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കണം. ആ വിശ്വാസത്തിന്റെ താല്പര്യമാണിത്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാം പാതിയുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യത്തിന്റെ സാക്ഷാത്കാരമാണിത്. അതിനെതിരെ നിൽക്കുന്നവർ കാലാകാലം നരകത്തിലായിരിക്കുമെന്ന വിശ്വാസം, അതിൽ സംശയമുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന നമ്മുടെ ഷഹാദത്തിന്റെ രണ്ടാം പാതി അത് നമ്മൾ നിഷേധിച്ചിരിക്കുന്നു. അല്ല, അള്ളാഹുവിനെയും റസൂലിനെയും നാം കളവാക്കിയിരിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഗുരുതരമായ പാഠം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി, ആരാണോ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കാത്തവർ, ഫഇന്നാ അഅ്തദ്നാ ലിൽകാഫിരീന സഈറ, സൂറത്തുൽ ഫത്ഹിലെ 13-ാമത്തെ ആയത്താണ്. പരിശോധിക്കാം നമുക്ക്. അല്ലാഹു പറയുന്നു, ആരാണോ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കാത്തവർ, അത്തരത്തിലുള്ള കാഫിറുകൾക്ക്, കാഫിറുകൾ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ സംശയാണ്. ഖുർആനും സുന്നത്തും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെയും കളവാക്കിയവർ, നിഷേധിച്ചവർ, അവിശ്വസിച്ചവർ, അത്തരക്കാരാണവർ. അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കാത്തവർ, അവർക്ക് സഈറ, കത്തിജ്വലിക്കുന്ന നരകമാണ് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉരിയാടിയ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയുൻ വലാ നസ്രാനിയുൻ, ഈ സമൂഹത്തിൽ നിന്ന് ഒരു യഹൂദിയാകട്ടെ, ഒരു നസ്രാനിയാകട്ടെ, ഒരു ക്രൈസ്തവനാകട്ടെ, ഒരു ജൂതനാകട്ടെ, എന്റെ നിയോഗത്തിന് ശേഷം എന്നെ കുറിച്ച് കേൾക്കുകയും സുമ്മ ലാ യുഅ്മിനു ബില്ലദീ ഉർസിൽതു ബിഹി, എനിക്ക് അല്ലാഹു നൽകിയ സത്യസന്ദേശങ്ങളിൽ അവിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം അവിടുത്തെ കേട്ടവൻ ആരാകട്ടെ, യഹൂദിയാകട്ടെ, നസ്രാനിയാകട്ടെ, ബൗദ്ധനാകട്ടെ, ജൈനനാകട്ടെ, ഹൈന്ദവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, മതമുള്ളവനാകട്ടെ, ആരുമാകട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, അല്ലാഹു നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകാവകാശികളിൽ പെടാതെ ഇരിക്കുകയില്ല, അവൻ നരകക്കാരിൽ ഉൾപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തിന്റെ സാക്ഷാത്കാരം. ഇത് അടിയുറച്ച് വിശ്വസിക്കണം. ഇത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള നമ്മുടെ ആദ്യത്തെ ഹക്കാണ്, ഒന്നാമത്തെ കടമയാണ്, കടപ്പാടാണ്. ഈ വിശ്വാസത്തിനെതിരെ നിൽക്കുന്നവർ അവർ തീരാ പരാജയത്തിലും നഷ്ടത്തിലും ആത്യന്തികമായ ശിക്ഷയിലുമായിരിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ ദൗത്യത്തെ ഇങ്ങനെ കറകളഞ്ഞ് അടിയുറച്ച് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അടുത്തതായി അവിടുത്തെ നമ്മൾ സ്നേഹിക്കണം, അവിടുത്തെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. എത്രയാണ് ആ സ്നേഹത്തിന്റെ അളവ്, എത്രയാണ് ആദരവിന്റെ പരിധി? സൃഷ്ടികളിൽ മറ്റാരെക്കാളും അല്ല, നീ നിന്റെ സ്വശരീരത്തെക്കാളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാക്ഷ്യം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാതുഹും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് അടിവരയിടണം നിങ്ങൾ. ആർക്കാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രിയപ്പെട്ടവനാകുക? ഈമാനുള്ളവർ, യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ടവനല്ലെങ്കിൽ അല്ലാഹു പറയുന്നു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വശരീരങ്ങളെക്കാൾ അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ടവനാണ്. വഅസ്വാജുഹും ഉമ്മഹാതുഹും, അവിടുത്തെ പ്രിയ പത്നിമാർ അവരുടെ മാതാക്കളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ശരീരത്തെക്കാൾ നമുക്ക് പ്രിയപ്പെട്ടവനാകുന്നല്ലോ. നമ്മുടെ ഈമാൻ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മുഅ്മിനീങ്ങൾക്ക് അത് സാധിക്കുകയുള്ളൂ. അത് സാധിക്കുന്നില്ല എങ്കിൽ ആർക്കാണ് പ്രശ്നം? നമ്മുടെ ഈമാനിനാണ് പ്രശ്നം. പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സൂറത്ത് തൗബയിൽ വായിക്കാൻ സാധിക്കുന്ന വളരെ ഗൗരവമുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരായത്തിൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂലിനോട്, മുഅ്മിനീങ്ങളോട്, ഈമാനുള്ള മുസ്ലിമീങ്ങളോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു. ഖുൽ, പറയുക നബിയെ, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും. നബിയെ, അവരുടെ പിതാക്കന്മാർ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ മക്കൾ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, അവരുടെ അടുത്ത കുടുംബക്കാർ, ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ, അവർ സമ്പാദിച്ചു കുന്നുകൂട്ടിയ അവരുടെ സമ്പത്തിന്റെ ശേഖരങ്ങൾ, അവർ മാന്യവും നഷ്ടവും നേടുമെന്ന് ഭയപ്പെടുന്ന അവരുടെ കച്ചവട ഏർപ്പാടുകൾ, അവർ തൃപ്തിയും സായൂജ്യവും അടയുന്ന അവർ കെട്ടിപ്പടുത്ത അവരുടെ ധവളക്കൊട്ടാരങ്ങൾ, പാർപ്പിടങ്ങൾ, മണിമേടുകൾ. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവർക്ക് പ്രിയപ്പെട്ടവരാകുന്നുവോ, പ്രിയപ്പെട്ടതാകുന്നുവോ? വജിഹാദിൻ ഫീ സബീലി, ഒരു വേള അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനേർപ്പെടാൻ അവർക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ അതിനേക്കാളും അവർക്ക് പ്രിയപ്പെട്ടതാകുന്നുവോ? എന്തെല്ലാം സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ, അതല്ല ഭൗതികമായി നമുക്ക് ഭ്രമം തോന്നുന്ന നമ്മുടെ കച്ചവടവും സമ്പത്തും നമ്മുടെ പാർപ്പിടവും നമ്മുടെ ആസ്തിയും നമ്മുടെ ഭൗതികമായ സുഖസൗകര്യങ്ങളെല്ലാം അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടതാകുന്നുവെങ്കിൽ പറയുക നബിയെ, ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു അവന്റെ കൽപ്പന, അതായത് അവന്റെ ശിക്ഷ ഭൂലോകത്ത് അവരിലേക്ക് ഇറക്കുന്നത് അവർ പതിയിരുന്നു കൊള്ളട്ടെ, അവർ കാത്തിരുന്നു കൊള്ളട്ടെ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അത്തരക്കാരായ അധർമ്മകാരികൾ, ധിക്കാരികൾ, അതായത് അല്ലാഹും റസൂലും ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ദുനിയാവിലെ എന്തുമേതുമാകട്ടെ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നില്ലെങ്കിൽ നമ്മൾ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു അത്തരത്തിലുള്ള അധർമ്മകാരികൾക്ക് ഹിദായത്ത് നൽകുകയില്ല. സന്മാർഗം അതിൽ സഞ്ചരിക്കാനും അതിലായി ജീവിച്ചു മരിക്കാനും അവർക്ക് സൗഭാഗ്യം ലഭിക്കുകയില്ല എന്നു പറഞ്ഞവരുടെ കൂട്ടത്തിലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഏതിനേക്കാളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടികളിൽ നമ്മൾ സ്നേഹിക്കണം. അല്ലാഹു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നമ്മളേറെ സ്നേഹിക്കേണ്ടത്, നമ്മെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സത്യസന്ധമായ സ്നേഹം, ആത്മാർത്ഥമായ സ്നേഹം, അവകാശവാദങ്ങളിലോ ഉപരിപ്ലവമായ കാട്ടിക്കൂട്ടലുകളിലോ ഏതെങ്കിലും വർഷത്തിലൊരു മാസം ഒരു ദിവസം തെരഞ്ഞെടുത്ത് നടത്തുന്ന സ്നേഹപ്രകടനത്തിന്റെ പുറംപൂച്ചുകളിലോ നബിദിനാഘോഷങ്ങളിലോ മൗലീദ് വാദങ്ങളിലോ ഒന്നുമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടമാകുന്നത്. അവിടുത്തെ സമ്പൂർണമായി ജീവിതത്തിൽ നെഞ്ചേറ്റുന്നതിലൂടെയാണ്.
പിൻപറ്റുന്നതിലൂടെയാണ്. ജീവിതത്തിലുടനീളം ആരെക്കാളും എന്തിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം മികക്കുന്നതിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, ആദ്യ ഖുതുബയുടെ അവസാനത്തിൽ നമ്മൾ കേട്ട സൂറത്തു തൗബയുടെ ആയത്ത് ആരെക്കാളും എന്തിനേക്കാളും ഈ ഹലോകത്ത് അള്ളാഹും അവന്റെ റസൂലും നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നത് വരെ നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നോ ദുർമാർഗത്തിൽ നിന്നോ ഈ ഹലോകത്ത് മോചിതരാകുകയില്ല എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗൗരവമുള്ള താക്കീത്. ഇതിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ തഫ്സീറുകളിൽ കുറിച്ചു വെച്ചതായി കാണാം. ഈ മഹത്തായ ആയത്ത്, സൂറത്തു തൗബയിലെ ഈ ആയത്ത് അഅ്ളമു ദലീലിൻ അലാ വുജൂബി മഹബ്ബത്തില്ലാഹി വറസൂലി, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കൽ, മറ്റാരെക്കാളും സ്നേഹിക്കൽ, അള്ളാഹുവിനെ ആദ്യം, അതിനുശേഷം സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശേഷം ഇങ്ങനെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്നത് ഈ ആയത്തിൽ അതിനുള്ള തെളിവുണ്ട്. വഅലാ തഖ്ദീമിഹാ അലാ മഹബ്ബത്തി കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെക്കാളും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹം നമ്മൾ മുന്നിൽ വെക്കണമെന്നതിന് തെളിവുണ്ട്. അതോടൊപ്പം വഅലൽ വഈദി ശദീദി വൽ മഖ്തിൽ അകീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തമായ താക്കീത്, അവന്റെ കഠിനമായ കോപം, അലാ മൻ കാന ഷൈഉൻ മിൻ ഹാദിഹിൽ മദ്കൂറാത്തി അഹബ്ബ ഇലൈഹി മിൻ അല്ലാഹി വ റസൂലി, ഈ പറയപ്പെട്ട മക്കളും അതുപോലെ തന്നെ ഭാര്യമാരും കുടുംബവും സഹോദരങ്ങളും സമ്പാദ്യവും കച്ചവടവും ദുനിയാവിൽ ഐഹിക സുഖങ്ങളും ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ആർക്കെങ്കിലും പ്രിയപ്പെട്ടതാകുന്നുവെങ്കിൽ വഅലാമതു ദാലിക, അതിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കെങ്കിലും അത് പ്രിയപ്പെട്ടതായാൽ അവർ അള്ളാഹുവിന്റെ ശിക്ഷയും കോപവും ഭയപ്പെടട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തഫ്സീർ സഅദിയിൽ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അലാമതു ദാലിക, അതിന്റെ അടയാളം അന്നഹു ഇദാ അറദ അലൈഹി അംറാൻ, രണ്ടു കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു, രണ്ടു കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൂട്ടിമുട്ടി. അഹദുഹുമാ യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വലൈസ ലിനഫ്സിഹി ഫീഹാ ഹവ, അതിലൊന്നാമത്തെ കാര്യം അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെയ്യൽ നിർബന്ധമായ അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ട കാര്യം നമ്മുടെ ദേഹേച്ഛയോ നമ്മുടെ മനസ്സോ അത് ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ഇഷ്ടം അതിനെതിരാണ്. പക്ഷെ അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെട്ട കാര്യം. വൽ ആഖർ, രണ്ടാമത്തേത് തുഹിബ്ബുഹു നഫ്സുഹു വതസ്തഹി, നിന്റെ മനസ്സാഗ്രഹിക്കുന്ന, നിന്റെ ഹൃദയം കൊതിക്കുന്ന കാര്യം, പക്ഷേ അള്ളാഹും റസൂലും വെറുക്കുന്ന കാര്യം. ഇവിടെയാണ് നമ്മൾ ഈ ആയത്തിനെ പ്രാവർത്തികമാക്കേണ്ടത്. നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? നമ്മൾ ഏതിനാണ് മുൻഗണന നൽകേണ്ടത്? അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ടത് നമുക്കിഷ്ടമില്ലെങ്കിലും, സമൂഹമെതിരാണെങ്കിലും, കാലഘട്ടം അതിനെതിരെ സഞ്ചരിക്കുന്നവരാണെങ്കിലും, പുരോഗമനത്തിനെതിരെ എന്ന് പറഞ്ഞാലും, പ്രാകൃതമെന്ന് പറഞ്ഞാലും, അപരിഷ്കൃതമെന്ന് പറഞ്ഞാലും, പരിഹസിച്ചാലും കളിയാക്കിയാലും അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ടതാണോ? സമൂഹം ഒന്നടങ്കം, നമ്മുടെ സ്വന്തം ശരീരം പോലും അതിനെതിരാണെങ്കിൽ മുസ്ലിമാണോ മുഅ്മിനാണോ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടത്തിന് മുൻഗണന നൽകാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഈ ആയത്തിന്റെ പരിധിയിലുള്ള ശിക്ഷയും അള്ളാഹുവിന്റെ കോപവും നമുക്ക് അർഹമാകും. വൽഇയാദു ബില്ലാഹ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മറ്റാരോടുമുള്ള സ്നേഹത്തെക്കാൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവകാശവാദങ്ങളിലോ ഉപരിപ്ലവമായ യാന്ത്രികമായ എന്തെങ്കിലും കാട്ടിക്കൂട്ടലിലോ അതിനെ പരിമിതപ്പെടുത്തരുത്. മഹാന്മാരായ സഹാബത്തു റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ അവർ സ്നേഹിച്ചതുപോലെ സത്യസന്ധമായ സ്നേഹത്തിന്റെ അടയാളങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അബൂ ത്വൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ ആക്രമിച്ചു.
അവിടുത്തെ തിരുവദനത്തിലൂടെ രക്തമൊഴുകി, അവിടുത്തെ മുൻപല്ലുകൾ പൊട്ടി. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും രക്ഷാകവചം തീർത്ത് ഒരു ഒറ്റയാൾ പട്ടാളമായി അബൂ ത്വൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു നിലകൊണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വരുന്ന അമ്പുകളും വാളുകളുടെ പ്രഹരങ്ങളും അദ്ദേഹം തന്റെ നെഞ്ചുകൊണ്ടും ചങ്കുകൊണ്ടും തടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധ പോരാളികളിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ എണ്ണം പറഞ്ഞ അമ്പെയ്ത്തുകാരനായിരുന്നു അബൂ ത്വൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ശത്രുക്കൾക്കെതിരെ അമ്പെയ്ത് വിടുന്നത് ഈ രക്ഷാകവചം ഭേദിച്ച് വലത്തോട്ടോ ഇടത്തോട്ടോ തലയൊന്ന് ഉയർത്തി നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വീക്ഷിക്കാൻ ശ്രമിച്ചു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടപ്പോൾ പറയുന്ന ഒരു വാചകം നമുക്ക് ഇങ്ങനെ വായിക്കാം: ലാ തുസ്രിഫ് യാ റസൂലല്ലാഹ് ലാ യുസീബുക ശൈഉൻ മിനൽ ഖൗം. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ തലമുയർത്തി നോക്കല്ലേ റസൂലേ. ആ ശത്രുക്കളുടെ സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു പ്രഹരവും ഒരായുധവും താങ്കളിൽ സ്പർശിക്കാതിരിക്കാൻ, താങ്കളുടെ രോമത്തിൽ പോലും സ്പർശിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നഹ്രീ ദൂന നഹ്രിക യാ റസൂലല്ലാഹ്, താങ്കൾക്കെതിരെ വരുന്ന അമ്പും അതുപോലെ തന്നെ വാൾശരങ്ങളുമെല്ലാം ഞാനിതാ എന്റെ ചങ്കുകൊണ്ട് എന്റെ നെഞ്ചുകൊണ്ട് തടയും അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞ അബൂ ത്വൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം. സൗബാൻ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ആ ചരിത്രം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ നിന്ന് വീട്ടിലേക്ക് പോയാൽ, കുടുംബത്തോടും മക്കളോടുമൊപ്പം സമയം ചെലവഴിച്ചാൽ അദ്ദേഹത്തിന് ഇരിപ്പുറക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വീണ്ടും വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനം ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൗന്ദര്യദായകമായ കാഴ്ച, അത് കാണാനുള്ള അഭിവാഞ്ജയാൽ റസൂലുള്ളാഹിയുടെ സന്നിധിയിലേക്ക് വീണ്ടും ഓടിയെത്തുകയാണ്. അങ്ങനെ ഒരിക്കൽ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വിവർണമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബിയുടെ തിരുവചനത്തിൽ നിന്ന് അത് വായിച്ചെടുത്തു. എന്തു പറ്റി സൗബാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം മറുപടി പറഞ്ഞു: വല്ലാഹി ഇന്നി ലഅകുനു ഫിൽ ബൈതി ثم اذكرك فلا اصبر حتى آتي اليك فانظر اليك. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വീട്ടിലാകുമ്പോൾ എനിക്ക് താങ്കളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ താങ്കളിലേക്ക് ഓടിയെത്തുന്നു. പക്ഷേ وإني تذكرت أنك يوم القيامة ستكون في عليين مع الأنبياء والمرسلين وإني إن دخلت الجنة لا أصل إليك ولا أراك. അല്ലാഹുവിന്റെ റസൂലേ, നാളെ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ താങ്കൾ സ്വർഗ്ഗത്തിൽ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും പദവികളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് താങ്കൾക്ക് അല്ലാഹു ദർജ നൽകി ആദരിച്ചാൽ, സ്വർഗ്ഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണെങ്കിൽ പോലും താങ്കളുടെ സമീപത്ത്, താങ്കളുടെ ചാരത്ത്, താങ്കളുടെ മുഖത്തേക്ക് ഇങ്ങനെ നേർക്കുനേരെ നോക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയാണ് എന്നെ പ്രയാസപ്പെടുത്തിയത് എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു സദാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുകൊണ്ടിരിക്കാൻ, സ്വർഗ്ഗത്തിലും അവിടുത്തോടൊപ്പം സ്ഥാനം ലഭിക്കാൻ ആഗ്രഹിച്ച സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. സെയ്ദ് ഇബ്നു ദഫിന്ന, ഞാൻ അവസാനിപ്പിക്കാം. സെയ്ദ് ഇബ്നു ദഫിന്ന റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ തടവുകാരനായി, യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്ര മാസങ്ങളുടനീളം കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. പവിത്ര മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ തലയെറുക്കാൻ ശത്രുക്കൾ തീരുമാനിച്ചു. അന്ന് അബൂ സുഫിയാൻ മുസ്ലിമായിട്ടില്ല. അബൂ സുഫിയാൻ അദ്ദേഹത്തിന്റെ ശിരസറുക്കുന്നതിന് മുമ്പ് സെയ്ദ് ഇബ്നു ദഫിന്ന റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്: എനിക്കൊരു ചോദ്യമുണ്ട് സെയ്ദ്, താങ്കൾ മറുപടി പറയണം. അദ്ദേഹം പറഞ്ഞു: അറഅയ്ത ലൗ കാന മുഹമ്മദുൻ മകാനക വകുൻതു അൽആന ഫി അഹ്ലിക വവലദിക അകുൻതു തുഹിബ്ബു ദാലിക. ഓ സെയ്ദ്, മുഹമ്മദ് ഇപ്പോൾ ഇതാ ഈ കഴുമരത്തിൽ നിന്റെ സ്ഥാനത്താകുകയും നീ സുരക്ഷിതനായി നിന്റെ മക്കളോടും കുടുംബത്തോടുമൊപ്പം നിന്റെ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്താൽ നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ? സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി: വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബു അന്നി ബൈന അഹ്ലി വവലദി വഅന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുശാഖു ബിശൗകത്തിൻ. അല്ലാഹു സത്യം, ഞാൻ എന്റെ കുടുംബത്തോടും മക്കളോടൊപ്പം സുരക്ഷിതമാവുകയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ആഗ്രഹിക്കുന്നതില്ല, ഞാൻ ആഗ്രഹിക്കുകയില്ല. ഞാൻ സുരക്ഷിതനായി അല്ലാഹുവിന്റെ റസൂലിന്റെ രോമത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും, അവിടുത്തെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത് പിൽക്കാലത്ത് പടച്ചുണ്ടാക്കിയ നബിദിനാഘോഷങ്ങളുടെ ഉപരിപ്ലവമായ അനാചാരങ്ങളുടെയോ ദുരാചാരങ്ങളുടെയോ പുറത്തല്ല, മറിച്ച് ഇതുപോലെ സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ സത്യസന്ധമായി സമ്പൂർണമായി അവിടുത്തെ പിൻപറ്റി അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമുക്ക് അവിടുത്തെ സ്നേഹിക്കാൻ സാധിക്കണം, അവിടുത്തെ ആദരിക്കാൻ സാധിക്കണം. ഇൻഷാ അല്ലാഹ്
വരും ആഴ്ചകളിൽ ഇതിന്റെ തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്കുകളെ കുറിച്ച് നമുക്ക് പരാമർശിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.